മുട്ട പപ്സ് ആണ് വിചാരിച്ച് കവർ തുറന്ന് എനിക്ക് സാൻഡ്വിച്ച് കിട്ടിയപ്പോ എൻ്റെ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഹലോ ഗൈസ്, നമ്മളിപ്പം ചെറിയ വീഡിയോ എടുത്തത് അവളുടെ ബർത്ത്ഡേ ആയിട്ടാണ്. ചെറിയ പിണക്കത്തിലാണ് ഗിഫ്റ്റ് മേടിച്ചൊന്നും പറഞ്ഞില്ല. നമുക്ക് ആ സർപ്രൈസൊക്കെ അങ്ങ് പൊളിക്കാം. ഷോപ്പിലെത്തിയിട്ട് ആകെ കൺഫ്യൂഷനായിപ്പോയി. ഇതിപ്പം ടോപ്പ് ഏതെടുക്കണമെന്ന് എല്ലാം കൂടെ കണ്ടപ്പോൾ ഇതിലേതാണെന്നൊരു കണ്ടെത്താൻ പറ്റാത്ത അവസ്ഥ. ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് കാർത്തൂൻ്റെ ബർത്ത്ഡേ ആയിട്ട് നമ്മൾ ടോപ്പ് നിങ്ങൾ മുന്നേ ഞാൻ കാണിച്ച ഒത്തിരി ടോപ്പ് വാരി ഇട്ടിട്ട് അതിൽ നിന്നൊന്നാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പം കേക്ക് എടുക്കണം. കേക്ക് കൂടെ എടുക്കാനായിട്ട് ഞാൻ അവിടെ അടുത്ത ബേക്കറിയുടെ മുമ്പിൽ കുണ്ടറയിൽ നിൽക്കുകയാണ്. ടോപ്പ് താണ്ട് മേടിച്ചിട്ടുണ്ട്, ജീൻസിൻ്റെ ടോപ്പാണ്. അപ്പോൾ ഇനി ഇത് ഇല്ലാതെ അങ്ങോട്ടൊന്ന് ചെന്ന് അവളുടെ റിയാക്ഷൻ എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. എന്നിട്ട് ബാക്കി ഞാൻ ഇത് വാങ്ങിയതിൻ്റെയൊക്കെ ഒന്ന് കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് പറയാം ഗൈസ്. ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരുപാടായ ലാഗ് ആവണ്ടെന്ന് വെച്ചിട്ട് അവളുടെ റിയാക്ഷൻ എന്തുവരെ വരുമെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ആ റെഡ് വെൽവെറ്റ് കേക്കാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അത് എടുത്ത് എഴുതാൻ കൊണ്ടുപോയിട്ടുണ്ട്. നമ്മൾ കേക്കും എടുത്തിട്ടുണ്ട്. ഇനി സർപ്രൈസ് പൊളിക്കാതെ ഇതിനകത്ത് വെച്ചിട്ട് വീണ്ടും അങ്ങോട്ട് നടന്നേയില്ല. റിയാക്ഷൻ എന്താണെന്ന് നോക്കാം, അത് കഴിഞ്ഞിട്ട് എടുത്തുകൊണ്ട് പോവാം. ഇത് കാറിൽ ലോക്ക് ചെയ്ത് തന്നെ വയ്ക്കാം ഗൈസ്. അപ്പം റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ബർത്ത്ഡേ ആയിട്ട് സാൻഡ്വിച്ച് മേടിച്ചത് സന്തോഷവതിയാണ്. സന്തോഷം. ബർത്ത്ഡേ ആയിട്ട് അവൾക്ക് ഒരു സാൻഡ്വിച്ച് കിട്ടിയപ്പോൾ തന്നെ സന്തോഷം. ഇതിൽ കൂടുതലൊന്നും അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പം എല്ലാം അവൾ ഹാപ്പി ആയിരുന്നു. ഇനി മലക്കറി കൊടുത്തപ്പോൾ മുഖത്തൊരു ബ്ലർ ഉണ്ടായിരുന്നു. ബർത്ത്ഡേ ആയിട്ട് അവൾക്ക് മലക്കറിയാണ് കൈ കൊണ്ട് കൊടുത്തത്. മലക്കറി മാത്രമേ മേടിച്ചോളൂ, തേങ്ങ മേടിച്ചില്ലേന്നാ ഞാൻ ചോദിച്ചത്. ഒന്നാം തീയതി നാളെ മലക്കറി തേങ്ങ ഇല്ലാതെ മലക്കറി കറി എന്തോ വെക്കും. അപ്പം ഗൈസ്, മലക്കറി മേടിച്ചപ്പോൾ ആ മുഖം ഒന്ന് കാണണമായിരുന്നു. സാൻഡ്വിച്ച് കിട്ടിയപ്പോൾ സന്തോഷമായി. ബർത്ത്ഡേ ആയിട്ട് സാൻഡ്വിച്ച് എങ്കിലും കിട്ടിയല്ലോ എന്നുള്ള സന്തോഷം. എനിക്കൊരു ടോപ്പ് കിട്ടി, അമ്മ മേടിച്ചു. ഓ, അപ്പൊ ടോപ്പും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഹാപ്പിയാണ്. സാൻഡ്വിച്ചും കിട്ടി, ടോപ്പും കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മള് വൈകിട്ട് സാൻഡ്വിച്ചും മേടിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഓരോ സാൻഡ്വിച്ച് കിട്ടിയിട്ടുണ്ട്. ഫ്രൈഡ് സാൻഡ്വിച്ച്. ഫ്രൈഡ് സാൻഡ്വിച്ചോ? അങ്ങനെയാണോ എന്റെ പേര്? അവള് തന്നെയാണ് പറഞ്ഞത് അവൾക്ക് കേക്കൊന്നും വേണ്ട. കണ്ട ഗൈസ്, അതുകൊണ്ട് നമ്മള് ചെറിയ രീതിയിലാണ് ഒതുക്കിയത്. ഇനി വിഷമൊന്നും ഇല്ലല്ലേ? ഞാൻ പക്ഷേ ചേട്ടാ ഒരു ടോപ്പ് മേടിച്ചു തരുമെന്ന് വിചാരിച്ചു. കാരണം എല്ലാ വർഷം ചേട്ടാ എനിക്കൊരു ടോപ്പ് മേടിച്ചു തരുന്നേ. ടോപ്പിന് കാശില്ലായിരുന്നു, അതുകൊണ്ട് നമ്മള് ഈ പ്രാവശ്യം സാൻഡ്വിച്ച് ഒതുക്കി. ടോപ്പിനെല്ലാം ഭയങ്കര വില. എല്ലായിടത്തും 50%, 70% ഓഫർ കിടക്കുന്നു. എവിടെ ഓഫർ? പിന്നെ എനിക്ക് പറഞ്ഞാൽ കിട്ടിയത് കൊണ്ട് കുഴപ്പമില്ല. ബർത്ത്ഡേ ആയിട്ട് അമ്മക്കൊന്നും ഒരു മുട്ടായി പോലും തന്നിട്ടില്ല. എന്റെ ദൈവമേ, ചേട്ടന് ഞാൻ കറക്റ്റ് 12 മണിക്ക് ഇങ്ങനെ മെഴുകുതിരിയും കത്തിച്ച് കേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് ചേട്ടനെ വിളിച്ചുണർത്തി ഞാൻ കേക്ക് മുറിപ്പിച്ചിട്ടുണ്ട്. എന്റെ ദൈവമേ, കള്ളം പറയല്ലേ, അപ്പുറത്ത് വെച്ചിട്ടായിരുന്നു. എല്ലാവരും സാക്ഷിയാണ്. ആരെ ഉണക്കാതെ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഒരു സൗണ്ട് പോലും ഉണ്ടാക്കാതെ ഉണന്ന് കേക്ക്. അപ്പൊ സാൻഡ്വിച്ച് ഒക്കെ തിന്ന് വിഷമിച്ചിരിക്കുന്നു. ടോപ്പ് കിട്ടാതെ. ടോപ്പ് ഇനി നമുക്ക് അടുത്ത ബർത്ത്ഡേക്ക് കഴിക്കാം. ഓക്കെ, ഇപ്പൊ ഒരു ടോപ്പ് കിട്ടിയില്ലേ, അത് മതിയല്ലോ.
ഇല്ലയോ? പക്ഷേ ഓണത്തിന് എനിക്ക് ഇതുകൂടി ചേർത്ത് നല്ല ഓണം എടുക്കണം. ഓണത്തിനൊന്നും ഇല്ല, ഓണത്തിനൊന്നും നമ്മുടെ കാശില്ല. സാൻഡ്വിച്ച് നിനക്ക് ഇഷ്ടമല്ലേ? നിനക്കും ഇഷ്ടമായിരുന്നു. അപ്പോൾ ഓക്കെ ഗൈസ്, അവർക്ക് ടോപ്പ് കിട്ടാത്തതിൻ്റെ വിഷമം മാത്രമേ ഉള്ളൂ, വേറെ വിഷമമില്ല. അപ്പോൾ നമുക്ക് ഇനി പറഞ്ഞോളൂ. അല്ല, ബർത്ത്ഡേ ആയിട്ട് സാൻഡ്വിച്ച് ഒക്കെ തിന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഈ സാൻഡ്വിച്ചിനേക്കാൾ നല്ലത് മറ്റേ ഇത് എന്താണെന്നറിയോ, മീറ്റ് റോളിനകത്ത് ഇങ്ങനെ മയണൈസ് ഒഴിച്ചതേ ഉള്ളു, പക്ഷെ ഇതിലും ടേസ്റ്റ് മറ്റേതാ, പക്ഷെ ഇതിനാ വില കൂടുതലല്ലേ. അപ്പം ഗൈസ് അവക്കൊരു വിഷമമൊന്നുമില്ല കേട്ടോ, ഒന്നും മേടിച്ചു കൊടുക്കാത്തതിന്. എന്നാലും ആ മുഖം പറയുന്നുണ്ട് എന്തുവാ ഇല്ല, എനിക്ക് വിഷമില്ലാത്തതിന് എന്നെ പറയിച്ച് എന്തേലും ഉണ്ടാക്കി. വേണ്ട, അവക്ക് വിഷമമൊന്നും ഇല്ലാന്ന് അവള് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, ഒന്നും കിട്ടാതെ. എനിക്ക് ഞാൻ ഇന്ന് ഹാപ്പിയാ, എന്ന് വെച്ചാ എനിക്ക് ഇന്ന് എല്ലാരും വിഷ് ചെയ്ത്. പിന്നെ എന്തുവാ, ഉച്ചയ്ക്ക് അമ്മ ബിരിയാണി മേടിച്ചെന്ന്, പിന്നെ പായസം വെച്ചെന്ന്, ഒരു ടോപ്പ് മേടിച്ചെന്ന്, വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ചേട്ടൻ റോൾ ഇത് മേടിച്ചോണ്ട്, സാൻഡ്വിച്ച് മേടിച്ചോണ്ട്, ഇതൊന്നും പ്രതീക്ഷിക്കാതെ എനിക്ക് കിട്ടിയ സാധനങ്ങളാണ്. അപ്പൊ പിന്നെ ഞാൻ ഇതൊന്നും വിചാരിച്ചല്ല, ഒന്നും വിചാരിച്ചില്ല. ഇന്ന് ഞാൻ പിന്നെയും വിചാരിച്ചു അമ്മ വരുമെന്ന് എനിക്കറിയായിരുന്നു, കാരണം എല്ലാ വർഷവും അമ്മ വരുന്നതാണ്. അമ്മ വരുമെന്ന് എനിക്കറിയായിരുന്നു. അമ്മ ചിലപ്പോ ഒരു ടോപ്പ് മേടിച്ചോണ്ട് വരുമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ അമ്മ ടോപ്പും പിന്നെ പായസവും ബിരിയാണിയും മേടിച്ചോണ്ട് തന്നു. ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ അമ്മ ടോപ്പ് മാത്രമേ മേടിക്കത്തുള്ളൂ എന്ന് വിചാരിച്ചു. പിന്നെ ചന്തു സാധാരണ രാവിലെ അങ്ങനെ വിളിച്ച് അങ്ങനെ വിഷ് ചെയ്യാറില്ല, പക്ഷെ അവന് ഈ പ്രാവശ്യം രാവിലെ വിളിച്ച് വിഷ് ചെയ്ത്. പിന്നെ ചേട്ടൻ സാധാരണ എല്ലാ ബർത്ത്ഡേക്കും ലാസ്റ്റ് ആണ് രാവിലെ കറക്റ്റ് 12 മണിക്ക് ചേട്ടൻ സ്റ്റാറ്റസ് ഇടും, പക്ഷെ നേരിട്ട് വന്ന് എന്റെ അടുത്ത് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുന്ന ചേട്ടൻ ലാസ്റ്റേ പറയും. രാത്രി കിടന്ന് പറയും കഴിഞ്ഞാൽ ലാസ്റ്റേ ചേട്ടൻ എല്ലാരും പറഞ്ഞു 12 മണിക്ക് തൊട്ട് മുമ്പാ ചേട്ടൻ പറയുന്നത്, എന്നുവെച്ചാൽ ആ ദിവസം തീർന്നിട്ടുള്ള 12 മണിക്ക് തൊട്ട് മുമ്പ്. ഇപ്രാവശ്യം പക്ഷെ ചേട്ടൻ രാവിലെ പറഞ്ഞു. അങ്ങനെയുള്ള ഈ പ്രാവശ്യം ഫസ്റ്റ് ഞാൻ കേട്ട ഹാപ്പി ബർത്ത്ഡേ ചേട്ടൻ്റെത്, രണ്ടാമത് അമ്മ ബർത്ത്ഡേ, മൂന്നാമത് ചേച്ചി സ്റ്റാറ്റസ് ഇട്ടിരുന്ന് മെസ്സേജ്. പിന്നെ ഞാൻ ഫോൺ എടുത്തപ്പോഴത്തേക്ക് പിന്നെ കുറെ പേരുടെ മെസ്സേജ്. ആദ്യം ഞാൻ കണ്ട സ്റ്റാറ്റസ് ചേച്ചിയുടെ, പിന്നെ ആദ്യം എന്നെ വിളിച്ചു പറഞ്ഞത് അമ്മ, പിന്നെ അത് കഴിഞ്ഞപ്പോ ഇച്ചിരി കഴിഞ്ഞപ്പോ ചന്തു വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഇപ്രാവശ്യം ശുഭം എല്ലാം തീർന്നു. ഇന്ന് ഞാൻ എൻ്റെ ജോലികളും എല്ലാം ഇന്ന് നേരത്തെ ഒതുങ്ങി റിലാക്സ് ആയിട്ട് ഇരുന്നപ്പോഴത്തേക്ക് സാൻഡ്വിച്ചും കിട്ടി. അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ നിർത്താല്ലയോ? സാൻഡ്വിച്ചിന്റെ ഫോട്ടോ സാൻഡ്വിച്ച് തിന്ന് തീർത്തിട്ട് ഇനി ഫോട്ടോ എടുത്തോ? അത് പിന്നെ കിട്ടിയ ഉടനെ മുട്ടപ്പപ്സ് പ്രതീക്ഷിച്ച് തുറന്നപ്പോ സാൻഡ്വിച്ച് കിട്ടിയപ്പോ ഞങ്ങൾ അത് അന്നേരം എടുത്ത് തിന്ന്. മുട്ടപ്പപ്സ് ആണോ കട്ട്ലേറ്റ് ആണോ എന്തോന്ന് നോക്കി. എന്നാലും മനസ്സിന്റെ ഉള്ളിലാ വിഷമത്തിലാ കാഴ്ച പറയുന്നത്, എന്തൊക്കെയോ വേറെ പ്രതീക്ഷിച്ചിട്ട് സാൻഡ്വിച്ച് ആയിപ്പോയല്ലോ. ഞാൻ ചേട്ടൻ ഒരു ടോപ്പ് മേടിച്ചോണ്ട് വരുമെന്ന് വിചാരിച്ചു, കാരണം എല്ലാ വർഷവും ചേട്ടൻ ടോപ്പ് മേടിച്ചിരുന്നേ. ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം ടോപ്പ് മേടിച്ചിരുന്നു, പിന്നെ വിചാരിച്ചു സാൻഡ്വിച്ച് എന്തായാലും മേടിച്ച് എന്തെങ്കിലും കിട്ടിയല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ സാൻഡ്വിച്ച് ഞാൻ പിന്നെ ക്ഷമിക്കുന്നു. സാൻഡ്വിച്ചൊക്കെ അല്ലാതെ മേടിച്ചൊക്കെ തരുന്ന സാധനമാണ്, അല്ലാതെ ബർത്ത്ഡേക്ക് സ്പെഷ്യലായിട്ട് മേടിച്ചു തരുന്ന സാധനമൊന്നും അല്ല. ഞാനെന്ന് വെച്ചാൽ ഒരു കേക്ക് മേടിച്ചോണ്ട് വരാം, അപ്പൊ സാൻഡ്വിച്ച് മതിയെന്ന് പറഞ്ഞു, അതുകൊണ്ട് പിന്നെ കേക്ക് എനിക്ക് വലിയ അത്ര ഞാൻ അങ്ങനെ അധികം കഴിക്കത്തില്ല. കഴിച്ചാലും ഒരു ശകലം അങ്ങനെ കഴിക്കത്തില്ല. എനിക്ക് കേക്കിനോട് വലിയ ഇതില്ല. അങ്ങനെ മുറിക്കാനുള്ളൊരു ഇഷ്ടമേ ഉള്ളൂ, അത് കഴിക്കാൻ അത്ര. ശരി, ഇനിയപ്പോ ഞാൻ പോയ തേങ്ങയും കൂടെ മേടിച്ചോണ്ട് വരാം. നാളെ 1 ഇപ്പൊ മേടിക്കാൻ പോകുന്നത്. അങ്ങനൊക്കെ കിട്ടി. ഇനി തേങ്ങയും കൂടി കിട്ടിയാൽ മതി. തൈര് അല്ലെങ്കിൽ അപ്പുറത്തുണ്ടോ? നാളെ 1 അതുകൊണ്ട് ഇന്നേ മേടിച്ച് വെക്കാം. തൈര് ഉണ്ടാക്കി സന്ധ്യ കഴിഞ്ഞാൽ തൈര് മേടിക്കത്തില്ല തോന്നുന്നു. അങ്ങനെ നാളെ തൈര് അല്ല മോര് കാച്ചി വെച്ചിരിക്കും. അപ്പൊ ബർത്ത്ഡേക്ക് ഒന്ന് വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഒന്നും പറയാനില്ല. നീ എന്താ വെച്ചിരിക്കുന്നത്?
എന്റെ കണ്ണിനകത്തൊരു വെട്ടം അടിച്ചു. എന്നാലും ടോപ്പ് കിട്ടാതെ തന്നെ കരഞ്ഞു. ഗായ്സ് നിങ്ങൾ കരയുന്ന കണ്ടതോ? അവളെ പ്രതീക്ഷിച്ച സാധനം നാളെ നമുക്ക് ടോപ്പ് മേടിക്കുന്നതായിരിക്കും. നീ പോട്ടെ. പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോ അതിന് സപ്പോർട്ട് ചെയ്യണം, അല്ലാതെ അതിലോട്ട് ഇങ്ങനെ നെഗറ്റീവ് എടുത്ത് വെക്കരുത്. ഒരാൾ പോസിറ്റീവ് എന്നാ പോട്ടെ. എങ്കിൽ നമുക്ക് ഇനി പോവാം. എങ്കിൽ നമുക്ക് പോയി ടോപ്പ് മേടിക്കാം. ഇപ്പം ഗായ്സ് അവള് വിഷം മാറ്റാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ കേക്കാൻ മുറിക്കാം. ഫ്രിഡ്ജിലോട്ട് വെച്ചോ. അവള് കൊച്ചു വരുമ്പോ മുറിക്കാം. ഇപ്പൊ ഹാപ്പി ആയല്ലോ. അപ്പൊ നീ പ്രതീക്ഷിച്ച സാധനം എല്ലാം കിട്ടിയല്ലേ? കേക്കിലും വലിയ സാധനം. അയ്യോ കേക്ക് ബർത്ത്ഡേക്ക് ഗായ്സ് നിങ്ങളെന്ന് പറയാ, ബർത്ത്ഡേക്ക് എല്ലാരും കേക്കല്ലേ മുറിക്കുന്നത്. അപ്പൊ ഞാൻ തേങ്ങ മേടിച്ചിട്ട് വരാം, എന്നിട്ട് കുളിച്ചിട്ട് കേക്ക് മുറിക്കാം കൊച്ചു വരുമ്പോഴത്തേന്, ഇല്ല? അപ്പോൾ നമുക്ക് ഗായ്സ് ഇപ്പം ഈ സസ്പെൻസൊക്കെ അങ്ങ് പൊളിഞ്ഞു പോയി. അവള് ഇത്രയും ചെയ്തിട്ടോളൂ അതിനെ എക്സ്പെക്ട് ചെയ്ത് നമ്മൾ പറഞ്ഞായിപ്പോൾ അതിൻ്റെ ഇമോഷനിൽ എത്തിക്കേണ്ടതുള്ളത്. അപ്പോൾ ഇനി ഒരു ഇമോഷനും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒരു ഇമോഷനും കൂടെ നമുക്ക് കണ്ടു നോക്കാം. എന്റെ ചെവിയുടെ കീഴിൽ നിന്നാണ് വീഡിയോയ്ക്ക് സൗണ്ട് കൊടുക്കുന്നത്. വീഡിയോ എടുക്കുന്നത് ഇറങ്ങുന്നത് അപ്പൊ ഇനി അത് നോക്കട്ടെ. കിട്ടിയടേ എനിക്ക് കിട്ടിയടേ ഉണ്ടായിരുന്നു. പ്രതീക്ഷിച്ചത് കിട്ടി. ഇപ്പം ഗായ്സ് ഇതുകൊണ്ട് കരച്ചിലൊക്കെ മാറി ഇപ്പൊ ചിരി വന്നു കഴിഞ്ഞ് ഇനി നമുക്ക് കേക്ക് മുറിക്കുമ്പോൾ കാണാം. ഞങ്ങളൊന്ന് ഫ്രഷ് ആവാൻ പോവാം. അപ്പം ഇനിയിപ്പോൾ നമ്മൾ കേക്ക് മുറിക്കുമ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ചാ, എന്നാലും ഇനിയിപ്പോൾ അങ്ങ് കൊടുത്ത്. ടോപ്പ് ഇതായിരുന്നു കേട്ടോ ഗൈസ്, ജീൻസിൻ്റെ ടോപ്പാണ് എടുത്ത. ടോപ്പൊന്നും എക്സ്ചേഞ്ച് ചെയ്യുന്നതല്ലേ ഗൈസ്, കറുപ്പ് ജീൻസ് ഉണ്ടാവും അതിൻ്റെ കൂടെ ഇടാം. ഓക്കെ അപ്പോൾ ഓക്കെ അപ്പോൾ ഓക്കെ നമ്മളാ കേക്ക് കട്ടിങ്. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ നമ്മുടെ കേക്ക് കട്ടിങ്, കേക്കൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് കേക്ക് ഇപ്പം തമ്പലാവുമെന്ന് തോന്നുന്നു. അതെ റെഡ് വെൽവെറ്റ് ആണ്. ഓക്കെ ഇനി ഞാൻ ബാക്ക് ക്യാമറ എടുക്കാം, അതാണ് നല്ലത്. ബർത്ത്ഡേക്കാരൊക്കെ കട്ട് ചെയ്യോ. ആദ്യം അവിടെ തറയൊക്കെല്ലേ, സ്പൂണങ്ങ് വേടിയിരി. അമ്മയ്ക്ക് കൂടെ ബർത്ത്ഡേ ഓക്കെ അപ്പം ഗായ്സ് നമ്മൾ കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നല്ല കേക്കാണ്. ബർത്ത്ഡേ വിഷ് നിന്റെ ബർത്ത്ഡേ ഗിഫ്റ്റുകളൊന്നും കാണിച്ചില്ലല്ലോ.
എനിക്ക് ഏറ്റവും കൂടുതൽ ഗിഫ്റ്റ് കിട്ടിയത് ഇപ്രാവശ്യം. ഇനി ഞങ്ങൾ ഇത് ചേച്ചി മേടിച്ചത്. ഓ ബർത്ത്ഡേക്ക്. ഇത് ചേട്ടൻ മേടിച്ചത്. ഇത് അമ്മ മേടിച്ചത്. അപ്പൊ 3 ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്ന. അപ്പൊ ഇനിയിപ്പോ ഓണക്കോടി വേണ്ട, 3 ആയിട്ടുണ്ട്. ഇനിയിപ്പോ എനിക്ക് എന്നെ മോക്കും. ഈ നൂറ്റാണ്ടിലെ അവസാനത്തെ ദിവസമാണ് ഇന്ന്, അതറിയാമോ? ഓഹോ. അപ്പം ഗൈസ് അല്ല, അയ്യോ ഈ മാസത്തെ അല്ലേ, അപ്പം ഗൈസ് ഇതുവരെ സാമ്പിൾ മേടിക്കട്ട്. ഞങ്ങളെ 22-ാം തീയതി അടുത്ത മോളുടെ ബർത്ത്ഡേ നല്ല ഞങ്ങളെ കളർഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. അന്ന് ഞങ്ങള് ബലൂണൊക്കെ കെട്ടി. അപ്പം ഗൈസ് ഇപ്പൊ എല്ലാവർക്കും ഞങ്ങൾ ആഘോഷിക്കുന്നതാണ്. അപ്പം ഞങ്ങളെ ചാനൽ സപ്പോർട്ട് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. നമ്മുടെ വീഡിയോക്ക് ലൈക്കുകളൊന്നും അങ്ങനെ വരുന്നില്ല. പിന്നെ എല്ലാവരും ബർത്ത്ഡേ ഒക്കെ ഒന്ന് വിഷ് ചെയ്യാം. ശരിയാ. അപ്പോൾ ഓക്കെ.